അപ്പേ എന്തോ ഈ കൊച്ചു കുട്ടികളൊക്കെ പപ്പേനോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴേ അപ്പൊ കൂടുതൽ ശ്രദ്ധിക്കുന്നില്ലേ? അതെന്തുകൊണ്ടാ? എൻ്റെ കുട്ടിക്കാലത്ത് ഈ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ പണിക്ക് വന്ന ഒത്തിരി പേര് എനിക്ക് ഇഷ്ടമാണ്. അവരോടൊക്കെ ഏറെ പരിചയമായിരുന്നു. അതിൽ ഷാജി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ഷാജിയേട്ടനോട് ഞാൻ ഇങ്ങനെ പുറകെ നടന്ന് പറയും, എനിക്ക് അഡ്രസ്സ് കൊണ്ടാ, ഞാൻ വലുതാകുമ്പോൾ ഷാജിയേട്ടൻ്റെ വീട്ടിൽ വരുമെന്ന്. അപ്പോൾ ഷാജിയേട്ടൻ അദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ പേരും വീട്ടുപേരും പോസ്റ്റും അഡ്രസ്സും ഒക്കെ ഇവിടെ എഴുതി കിട്ടും. ഇനിയാണ് കഥയിലെ ട്വിസ്റ്റ് വരുന്നത്. കുറേ നാളുകൾക്ക് ശേഷം ഈ നാട്ടിൽ നിന്നൊരു പെൺകുട്ടിയെ കാണാതായി, ഷാജിയേട്ടനെ കാണാതായി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ആ പെൺകുട്ടിയും കൊണ്ട് ഷാജിയേട്ടൻ പോയതാണെന്ന്. അപ്പോൾ ഈ വീട്ടിലിരുന്നിട്ട് അച്ഛൻ്റെ സുഹൃത്തുക്കളൊക്കെ കൂടെ ചർച്ചയാണ്, എവിടെ പോയി കണ്ടുപിടിക്കുക, എന്താണ് പോലീസ് കേസ് കൊടുക്കണം, അഡ്രസ്സ് വേണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഞാൻ ഇറങ്ങി ചെന്നിട്ട് പറയും, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്, മിണ്ടരുത്, വലിയ വലിയ ആൾക്കാർ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോടാ അവിടെ നിന്ന് പറയും. അപ്പോൾ ഞാൻ അകത്തേക്ക് കയറിപ്പോവും. ഇത് 2-3 ദിവസമായ സമയത്ത് ഞാൻ ഇത് പറയും, ഇവരെന്നെ അങ്ങനെ ഓടിക്കുക, സമ്മതിക്കില്ല മിണ്ടാൻ. അന്ന് ഞാൻ തീരുമാനിച്ചതാണ് കുട്ടികൾ എന്ത് പറഞ്ഞാലും കേൾക്കണമെന്ന്. തൊട്ടടുത്ത ദിവസം ഇത് തന്നെ ആവർത്തിച്ച സമയത്ത് ഞാൻ വന്നിട്ട് ഒരൊറ്റ ഒച്ചയാണ്, ഞാൻ പറഞ്ഞത് കേട്ടേ പറ്റൂ, നിങ്ങൾ ഇത്രയും ദിവസം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഷാജിയേട്ടൻ്റെ അഡ്രസ്സ് എനിക്കറിയാം. ആരും വിശ്വസിച്ചില്ല. പക്ഷെ ഞാൻ അവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് കാണിച്ചു കൊടുത്തതാ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ്. പെയിൻ്റൊക്കെ അടിച്ചപ്പോൾ അത് പോയി. ഷാജിയേട്ടൻ്റെ അഡ്രസ്സ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് വെച്ചിട്ട് ഇവർ കണ്ടുപിടിച്ചു. ചെയ്തത് തെറ്റോ ശരിയോ ഒന്നും അറിയില്ല. ഷാജിയേട്ടനൊക്കെ ഇപ്പം നന്നായി ജീവിക്കുന്നൊന്നും അറിയില്ല. നന്നായി ജീവിക്കട്ടെ. ഈ വീഡിയോ ഷാജിയേട്ടൻ കാണുകയാണെങ്കിൽ വയനാട് ജില്ലയിലെ മീനങ്ങാടി മൈലമ്പാടിയുള്ള കുരുമുളത്ത് ജോർജ് എന്ന് പറയുന്ന ആളുടെ മകനാണ്, ജോഷിയാണ് ഞാൻ. ഒന്ന് ഈ നമ്പറിൽ വിളിക്കണേ, നമുക്കൊന്ന് കാണാം. ബി ഹാപ്പി.